ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാം ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അതും കോട്ടണിലും നെറ്റ് കോട്ടയിലൊക്കെ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതെല്ലാം തന്നെ നമ്മളൊരു സിംഗിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 900 എന്ന് പറയുന്ന ഒറ്റ റേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഏത് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്താലും 900 മാത്രമാണ് വരുന്നുള്ളൂ. അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് തരുന്നത്. 900 റേറ്റിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക്. ഇന്ന് നമ്മളൊരു ഗിവ് എവേയും കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്ക് മാത്രമാണ് ഈ ഒരു ഗിവ് എവേ ഉള്ളത്. ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ തരുന്ന ഗിവ് എവേയുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് ഒരാൾക്ക് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ആയിരിക്കും ഇന്നത്തെ ഗിവ് എവേ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ വീഡിയോസ്, അതിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ ഈ ഓർഡേഴ്സ് എല്ലാം തന്നെ എടുക്കുന്നത് നമ്മുടെ വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പറും ഗിവ് എവേയുടെ നമ്പറും നമ്മൾ സ്ക്രീനിൻ്റെ താഴെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ആ നമ്പേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ കുർത്തീസ്, ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയുണ്ട്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ആഷിൻ്റെയും ടോപ്പ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറിലാണ്. അതിനകത്തൊരു ചെക്ക് പാറ്റേൺ പോകുന്നുണ്ട്, സെൽഫായിട്ട് ഒരു ചെക്ക് പാറ്റേൺ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പോർഷൻ ഇതുപോലെ നല്ല മെഷ് എംബ്രോയിഡറി ആണ് ശരിക്കുന്നത്. സെയിം ആഷ് കളർ ത്രെഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെറൂൺ ടു ഗ്രേ കോയിൻ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. ആ കളറിലും വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇതിൻ്റെ അതും മെഷ് എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ്, ഇതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത് വിഡ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുന്നത് സാന്തൂൺ മെറ്റീരിയലാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത്. സെയിം കളർ ടോണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് സെമി ടെസർ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതും സെൽഫായിട്ട് വരുന്ന ഒരു ലൈൻ പാറ്റേൺ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഗ്രീൻ്റെയും അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെയും കൂടി കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഓപ്പോഷനിൽ മെഷ് എംബ്രോയിഡറി തന്നെയാണ് ശരിക്കുന്നത്. ഗ്രീൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മസ്റ്റാർഡിൻ്റെയും കളറിൽ വന്നിരിക്കുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറിയാണ്. ഈ ഒരു ഡിസൈൻ കുറച്ചും കൂടി കയറി വരും. നമുക്കിവിടെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പാകത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി കയറി വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അതെല്ലാം നമുക്ക് ഈ ഡിസൈൻ ഇനിയും ഈ ഓപ്പോഷനിൽ വേണ്ട താഴേക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക. നമ്മുടെ ഈ ഓപ്പോഷനിൽ മാത്രമാണ് കേട്ടോ വർക്ക് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. സിമ്പിളാണ്. ഒരു ചന്ദേരി സിൽക്കിൻ്റെ ഒക്കെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ഇതിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത് വിഡ്ത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ സിൽക്കിൻ്റെ തന്നെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത്. സെയിം കളർ ടോണിൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതും ഒരു സോഫ്റ്റ് സിൽക്ക് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബേബി ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ആഷ് ടു ബ്ലൂ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. ബ്ലൂ ലൈറ്റ് ബ്ലൂവിൻ്റെയും ലൈറ്റ് ആഷിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ ഈ ഓപ്പോഷനിൽ ഹാൻഡ് വർക്ക്, ബീഡ്സിൻ്റെ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ കേട്ടോ. ഈ ഡിസൈൻ എല്ലാം കുറച്ചും കൂടി കയറി വരുന്ന രീതിയിലാണ് വരുന്നത്. നമ്മളിത് ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ലേസ് വർക്കും കൂടി, ക്രോഷ്യ ലേസിൻ്റെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ലേസ് വർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഓർഗൻസ മെറ്റീരിയലിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വൈറ്റ് കളർ ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതുപോലെ ഇൻസൈഡ് പോർഷനിലാണെങ്കിലും സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഇത് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ സോഫ്റ്റ് സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടം മെറ്റീരിയൽ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിം കളർ ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് 900.
അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതൊരു സെമി ലിനൻ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സെമിയാണ്, ഫുൾ ലിനൻ അല്ലാണ്ട് ഇതിൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ അതൊരു പീച്ചായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പീച്ചല്ല, പിങ്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതും യോക്ക് പോർഷനിൽ ഇതുപോലെ മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ആഷ് കളർ ത്രെഡും അതുപോലെ തന്നെ സെയിം പിങ്ക് കളർ ത്രെഡും കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ബോഡി പോർഷൻ എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഫുൾ എല്ലാം സെയിം കളർ ടോണിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് സിൽക്കിലാണ്. ദുപ്പട്ടയാണെങ്കിലും ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം അത് ആഷിൻ്റെയും അതുപോലെ തന്നെ പിങ്കിൻ്റെയും കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെമ്മേരയിലേക്ക് വരുമ്പോൾ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടാട്ടോ. ഇതുപോലെയാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ബോട്ടം വരുമ്പോൾ ബോട്ടം കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. സെയിം കളർ ടോൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെയിം തന്നെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ് വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ ടോപ്പിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അത് ഫുൾ ആയിട്ട് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ബാക്ക് സൈഡിലും സെയിം തന്നെ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വൈറ്റ് കളറാണ്, സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ചെക്ക് പാറ്റേൺ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ അകത്ത് സെൽഫായിട്ട് ചെക്ക് ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ അജ്രക്കിൻ്റെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ആപ്ലിക് വർക്കാണ്. ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഹെമ്മേരിയയിലേക്കാണെങ്കിലും ദുപ്പട്ടയുടെ ഹെമ്മേരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ് ഇത്. ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും കോട്ടൺ തന്നെയാണ്. ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മെറൂൺ ടു ബ്രിക്ക് റെഡ് ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇത് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള യെല്ലോ ഉണ്ട്. യെല്ലോ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ സ്ലീവ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയും സ്ലീവും ഇങ്ങനെ സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ അത് ഫുൾ ആയിട്ട് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ടോപ്പിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ പ്രിന്റ് ആണ് കേട്ടോ. ഈ ഓപ്പോസിറ്റിൽ ചെറിയൊരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലേസ് വർക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ. ഒറ്റ സ്റ്റിച്ചിൽ വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ മാത്രമാണ് കേട്ടോ. ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഇതുപോലെ ക്രോഷ്യ ലേസിന്റെ വർക്ക് എല്ലാം വന്നിട്ടാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. 2 സൈഡ്സിലും ഇതുപോലെ ക്രോഷ്യ ലേസിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇൻസൈഡ് പോർഷൻ ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത്. 4 സൈഡ്സിലും ഇതുപോലെ ക്രോഷ്യ ലേസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇത്. ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നല്ല ഭംഗിയുള്ള മഞ്ഞ ആയിട്ട് നല്ല യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു മാമ്പഴമഞ്ഞയോടെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന അത്രയും ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡിലാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഞാനിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെയിം തന്നെ മെറ്റീരിയലാണ്. സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെയും കളർ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് ആഷിൻ്റെയും ഡാർക്ക് ലാവൻഡറും കൂടി ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്ക് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ യു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പോഷനിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം തന്നെയാണ്. ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിൽക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സൈഡ്സിലും ചെറിയ ക്രോഷ്യൽ ലേസിന്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 4 സൈഡിലും ആ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുമ്പോൾ സോഫ്റ്റ് സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറിലാണ്. ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ അതൊരു ആഷും ഗ്രീനും കൂടിയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതാണെങ്കിലും ഡാർക്ക് ഗ്രീൻ ആണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു പ്രിന്റ് ആണ്. ഇതുപോലെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇത് പോയിരിക്കുന്നത്. 4 സൈഡ്സിലും നമ്മുടെ ഈ ടോപ്പിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് ഒരു പടി പോലെ കൊടുത്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ ആണെങ്കിലും 2 സൈഡും സെയിം തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വർക്ക് കുറച്ചും കൂടി കയറി വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഡിസ്പ്ലേ
ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴെ കാണുന്നതാണ് കുറച്ചും കൂടി കയറി വരുന്ന പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോഴത്തേക്കും പ്യുവർ കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ലിനൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. കളർ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രീൻ്റെ അകത്ത് ഡാർക്ക് ഗ്രീനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും സെയിം തന്നെ ഡിസൈനാണ്. അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ ഇതുപോലെ ഒരു സിൽവർ കളർ ബോർഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയുണ്ട്. ദുപ്പട്ടയും ലിനൻ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. 2 സൈഡ്സിലും ഇതുപോലെ സിൽവർ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിലാണെങ്കിലും ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ്സ് പോലത്തെ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ്, സോഫ്റ്റ് സാന്തൂൺ മെറ്റീരിയലിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. സെയിം കളർ ടോൺ. നമ്മൾ ഈ ടോപ്പിനേക്കാളും ഒരു ടോൺ ലൈറ്റ് ആയിരിക്കും. ബോട്ടം മെറ്റീരിയലിന് എപ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു ടോൺ ലൈറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതും പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ ആഷ് ആണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വരുന്ന ആഷ് ആണ്. അതിൻ്റെ അത് ഡാർക്ക് ആഷിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ. ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. 2 സൈഡ്സിലും സെയിം തന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിന് നല്ല ഭംഗിയാണ്. ഇതിന്റെ നെക്കിൽ വരുമ്പോഴത്തേക്കും ഒരു നെറ്റ് വർക്കാണ്, നെറ്റിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ വന്നിരിക്കുന്ന നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ബോക്സ് പാറ്റേൺ പോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയിൽ ഇങ്ങനെ 4 സൈഡ്സിലും ക്രോഷ്യ ലേസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന വൈറ്റ് കളർ ക്രോഷ്യ ലേസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 4 സൈഡ്സിലും വന്നിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ദുപ്പട്ട ലെങ്ത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്കും കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് സ്റ്റിച്ച് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള അത്രയും സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ആണ്. വൈറ്റിൻ്റെ അകത്ത് ലൈറ്റ് ഗ്രീൻ്റെയും അതുപോലെ തന്നെ ബ്രൗണിൻ്റെയും കൂടി കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഇതുപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ പാറ്റേൺ തന്നെ നമ്മുടെ ഹെമ്മേരിയയിലും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കട്ട് വർക്കും അതുപോലെ തന്നെ ക്രോഷ്യ ലേസിന്റെയും നെറ്റിന്റെ ഒക്കെ കൂടി പാറ്റേണിലാണ് ഈ ഹെമ്മേരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത്. 2 സൈഡ്സിലും സെയിം തന്നെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട നമ്മൾ ആദ്യം കാണിച്ചതിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ്. സെന്റർ പോർഷൻ ജോർജറ്റ് ആണ്. 2 സൈഡ്സിലും നല്ല ഹെവി ആയിട്ട് വരുന്ന ക്രോഷ്യ ലേസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഈ ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടണിൽ നല്ല സോഫ്റ്റ് കോട്ടണിൽ ലൈറ്റ് ഗ്രീൻ കളറിലാണ്. നമ്മുടെ ഈ വർക്കിൽ വന്നിരിക്കുന്ന അത്രയും ലൈറ്റ് ഗ്രീൻ കോട്ടൺ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. അടുത്ത മെറ്റീരിയൽ ഉണ്ട്. ഇത് പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഒരു 1350 മുകളിൽ നിൽക്കുന്ന റേറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മൾക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു ഓഫർ സെയിൽ കൺസെപ്റ്റിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഒരു 900 റേറ്റിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ്. ഇതും പ്യുവർ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ആണ്. വൈറ്റിൻ്റെ അകത്ത് ആഷിന്റെയും ലൈറ്റ് ബ്ലാക്കിന്റെയും കളർ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡ്സിലും സെയിം തന്നെ പ്രിന്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഇതുപോലെ ഒരു പടി പോലെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ആഷ് കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത്. ഇതുപോലെയാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഒരു കട്ട് വർക്ക് പാറ്റേണിലൊക്കെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സൈഡ്സിലും ലേസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ എല്ലാം കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു ആഷിന്റെയും വൈറ്റിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കുറേ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. അതിനെല്ലാം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിന് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് വെയർ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നല്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ബോട്ടം വരുമ്പോൾ ബോട്ടും പ്യുവർ കോട്ടൺ തന്നെയാണ്. ബോട്ടത്തിന്റെ കളർ വരുന്നത് ഡാർക്ക് ആഷ് കളറിലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്ക് ഒരു പിങ്കിഷ് പീച്ചാണ് കളർ വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്ക് ഒരു ബോക്സ് പാറ്റേൺ പോലെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. സിക്സാഗിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോട്ടം മെറ്റീരിയലിന്റെ പ്രിന്റ് ആണ് ഈ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ലേസ് വർക്ക് എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ കുറച്ചും കൂടി കയറി വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഒരു മിറർ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. 2 സൈഡ്സിലും സെയിം തന്നെ പ്രിന്റ് ആണ്. പിങ്കിഷ് പീച്ച് കളറിൽ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്കും ബോട്ടം ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു
ദുപ്പട്ടയാണ്. ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. ബോട്ടം ആണെങ്കിലും പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടമാണ്. ഒരു സിഗ്സാഗിന്റെ പ്രിന്റ് ആണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതൊരു ചന്തേരി മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ഒരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ആയിട്ട് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെയാണ്, ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ്. ഇതിന്റെ യോക്ക് പോർഷൻ ഒരു ബോക്സ് പാറ്റേണിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സെയിം ആ ഒരു ബേജ് കളറിന്റെയും മെറൂൺ കളറിന്റെയും കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് ബീഡ്സും ത്രെഡും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആയിട്ട് വരുന്ന മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് സിൽക്കിലാണ്, അതും ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഫുൾ ആയിട്ട് അജ്രക് പ്രിന്റ് ആണ് ഈ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ കോട്ടണിലാണ്, മെറൂൺ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് വന്നിരിക്കുന്നത് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ലിനൻ വരുന്ന മെറ്റീരിയലാണ്. പ്യുവർ ലിനനിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ലിനൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഇതുപോലെ സിൽവർ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. സെയിം തന്നെ പ്രിന്റ് ആണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലിനൻ മെറ്റീരിയൽ, പ്യുവർ ലിനൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ്. ദുപ്പട്ട കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മസ്റ്റേർഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ആ ഒരു സിൽവർ ബോർഡേഴ്സും ആ ഒരു പ്രിന്റും ഒക്കെ തന്നെയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകണം കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് 900. അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതും പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നതാണ്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ വരുമ്പോൾ സ്കൈ ബ്ലൂവിന്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഡാർക്ക് ബ്ലൂവിന്റെയും ലാവൻഡറിന്റെയും വൈറ്റിന്റെയും കളർ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. 2 സൈഡ്സിലും സെയിം തന്നെ പ്രിന്റ് ആണ്. അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ ഇതുപോലെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ്. ഒരു സോഫ്റ്റ് ചന്തേരി മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ ഇൻസൈഡ് പോർഷൻ വരുമ്പോൾ ബേസ് കളർ വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വൈറ്റിന്റെ അകത്ത് ബ്ലൂവിന്റെ ലാവൻഡറിന്റെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് പാറ്റേണിൽ വരുന്ന ബോർഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെമേരയിലേക്ക് ടാസിൽസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ ബോട്ടവും പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം ഉണ്ട്. നല്ല പ്രിന്റ് ആണ് ഈ ബോട്ടത്തിലും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ബേസ് കളർ വൈറ്റ് ആണ്. വൈറ്റിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെയും ലാവൻഡറിൻ്റെയും കളർ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഇതും നമുക്കൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 900. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആട്ടോ. അതിൻ്റെ അകത്ത് കോട്ടണിൽ വരുന്നുണ്ട്, ലിനനിൽ വരുന്നുണ്ട്, നെറ്റ് കോട്ടയിലും ചന്തേരിയിലും എല്ലാം വരുന്ന മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ സിംഗിൾ ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. സിംഗിൾ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസാണ്. ഇതെല്ലാം നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിൽ 900 എന്ന് പറഞ്ഞ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കോട്ടൺ കുർത്തീസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച കുർത്തീസ് എല്ലാം വാട്സപ്പ് ഓർഡറാണ് എടുക്കുന്നത്. താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ തന്നെ താഴെ ഗിവ് അവേ നമ്പർ സെപ്പറേറ്റ് തരുന്നുണ്ട് കേട്ടോ. അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പർ തന്നിരിക്കുന്നത്. ആ നമ്പറിലേക്ക് മാത്രമാണ് ആ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് അയക്കാൻ പാടുള്ളൂ. നമ്മുടെ ഓർഡർ എടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് അയക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.